ഹലോ നമസ്കാരം, വെൽക്കം ടു പഠിപ്പുര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. LDCയുടെ ഇംഗ്ലീഷിൻ്റെ PYQ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് PYQ നോക്കാം. അതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള PYQ ആണ്. നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ദ സിനോണിം ഓഫ് ദ വേർഡ്. ഏത് ഭാഗത്താണ് ചോദിച്ചിരിക്കുന്നത്? വൊക്കാബുലറി ഭാഗത്താണ്. സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. വേർഡ് അബ്ഡക്റ്റ്. അബ്ഡക്ഷൻ കേട്ടുണ്ടായിരിക്കില്ല. അബ്ഡക്റ്റ് ചെയ്യുക വെർബാണ്. അബ്ഡക്റ്റ് ചെയ്യുക, ഒരാളെ നമ്മൾ അബ്ഡക്റ്റ് ചെയ്യുക, കടത്തിക്കൊണ്ട് പോകുക, അല്ലെ കടത്തിക്കൊണ്ട് പോവുക, കിഡ്നാപ്പ് ചെയ്യുക. അക്സെപ്റ്റ് ഉണ്ട്, ക്യാൻസൽ ഉണ്ട്, കിഡ്നാപ്പ് ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ഉണ്ട്. ആൻസർ ഏതാ? കിഡ്നാപ്പ്. അബ്ഡക്ഷൻ കേട്ടുള്ളതായതുകൊണ്ട് തന്നെ, അല്ലേ, കുട്ടികളെ ചൈൽഡ് അബ്ഡക്ഷൻ ഒക്കെ നമ്മൾ കേട്ടുള്ളതുകൊണ്ട് തന്നെ കിഡ്നാപ്പ് എന്ന വാക്കാണ് സിനോണിം ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ഇവിടെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്, സിമിലർ മീനിങ് വേർഡ്. അപ്പോൾ സിമിലർ മീനിങ് വേർഡ് ചോദിച്ചാൽ നമ്മൾ ഇത് കൊടുക്കുക, അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യാന്നുള്ളത് കൊടുക്കാം. അടുത്താണ്, ഇഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? മെയിൻ ക്ലോസ് നോക്കുക. കണ്ടീഷൻ ക്ലോസുകൾ, ഇഫ് ക്ലോസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്ന എപ്പോഴും എന്ത് വെച്ചിട്ടാ? മെയിൻ ക്ലോസ് അനുസരിച്ചാ. വുഡിൻ്റെ കൂടെ V1 വന്നാൽ നമ്മൾ ഏതാ കൊടുക്കുക? വുഡിൻ്റെ കൂടെ V1 വന്ന് വേറെ ഒന്നും നോക്കാനില്ല. വുഡ് V1 വന്നാൽ അത് സെക്കൻഡ് കണ്ടീഷണൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് കണ്ടീഷൻ. വുഡിൻ്റെ കൂടെ V1 വന്നാൽ സെക്കൻഡ് കണ്ടീഷനിലാണ്. സെക്കൻഡ് കണ്ടീഷനിൽ വരുമ്പോൾ നമുക്കറിയാം, വുഡ് V1 ആണെങ്കിൽ സീറോ കണ്ടീഷൻ നോക്കണ്ട, ഫസ്റ്റ് കണ്ടീഷൻ നോക്കണ്ട, സെക്കൻഡ് കണ്ടീഷനിലാണ് സിമ്പിൾ പാസ്റ്റ് വരേണ്ടത്. ആകപ്പാടെ കണ്ടീഷണൽസിൽ ഏതൊക്കെ ടെൻസ് വരാം? സിമ്പിൾ പ്രസന്റ് വരാം. സീറോ കണ്ടീഷനിൽ സിമ്പിൾ പ്രസന്റ് ആണ്, ഫസ്റ്റ് കണ്ടീഷനിൽ സിമ്പിൾ പ്രസന്റ് ആണ്. അത് രണ്ടും പോയി. പിന്നെ നമുക്കുള്ളത് ഏതാ? സിമ്പിൾ പാസ്റ്റ് ഉണ്ട് സെക്കൻഡ് കണ്ടീഷനിൽ. പിന്നെ ഒരു കണ്ടീഷനിൽ കൂടി ലാസ്റ്റ് ഉള്ളൂ, തേർഡ് കണ്ടീഷനിൽ. അതിൽ ഏതാ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അല്ലാതെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഹാസ് ഗിവൺ എന്ന സി ഓപ്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാതെ വേണ്ട. പിന്നെ ഈസ് ഗിവൺ വേണ്ട, സീറോ കണ്ടീഷനിലും ഫസ്റ്റ് കണ്ടീഷനിലും അല്ല. വാസ് ഗിവൺ ഉണ്ട്, ഹാഡ് ഗിവൺ ഉണ്ട്. സെക്കൻഡ് കണ്ടീഷനിലായതുകൊണ്ട് നമുക്ക് ബി ഓപ്ഷൻ വരും. ഇനി ഇഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് ഹാവ് മിസ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് കൊടുക്കായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ട സിമ്പിൾ പാസ്റ്റ് അല്ലേ? അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ കൊടുത്തു. വാസ് ഗിവൺ പാസീവ് വോയിസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, രാജു യൂസ് ടു ഡ്രിങ്ക് ഡാഷ് 8 liters ഓഫ് വാട്ടർ ഡെയിലി. ഈ ചോദ്യം PSC തള്ളിക്കളഞ്ഞ ചോദ്യമാണ്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ആസ് മച്ച് ആസ് ഫ്യൂ ആസ് മെനി ആസ് ലിറ്റിൽ ആസ്. 4 ഓപ്ഷൻസിൽ നമുക്ക് ഡൗട്ട് വരുന്ന ഏത് ഭാഗത്താണെന്നറിയാമോ? ഡൗട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലായോ? വെള്ളത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ? രാജു യൂസ് ടു ഡ്രിങ്ക് ഡാഷ് ലീറ്റേഴ്സ് ഓഫ് വാട്ടർ, ആസ് മച്ച് ആസ് 8 liters ഓഫ് വാട്ടർ, ആസ് ഫ്യൂ ആസ് 8 liters ഓഫ് വാട്ടർ, ആസ് മെനി ആസ് 8 liters ഓഫ് വാട്ടർ, ആസ് ലിറ്റിൽ ആസ്. ഫ്യൂവും മെനിയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം വെള്ളത്തെ പറ്റി ഒരിക്കലും നമ്മൾ എണ്ണാൻ പറ്റില്ല. അൺകൗണ്ടബിൾ നൗണിലൂടെ ഫ്യൂവും മെനിയും കൊടുക്കില്ല. അളവ് പറയാൻ നമുക്ക് മച്ച് പറയാം, ലിറ്റിലും പറയാം. അപ്പം 2 ഓപ്ഷൻ വരും, എയും വരും സിയും വരുമായതുകൊണ്ട് ഇത് എന്ത് ചെയ്തു? PSC തള്ളിക്കളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ ഈ ക്വസ്റ്റ്യൻ. പക്ഷേ വെള്ളമാണ് നമ്മുടെ അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? ആ പോയിന്റ് നമുക്കൊന്ന് നോട്ട് ചെയ്തേക്കാവേ. അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇനി ആ ഒരു ഓപ്ഷൻ അല്ലാതെ വന്നാൽ അൺകൗണ്ടബിൾ നൗണുകളുടെ കൂടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കുക. മെനിയും ഫ്യൂവും കൊടുക്കാൻ പറ്റില്ല. ലിറ്റിൽ കൊടുക്കാം, മച്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻസ് വന്നുകൊണ്ടാണ് PSC ഇത് തള്ളിക്കളഞ്ഞത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത വൊക്കാബുലറി പാർട്ട് തന്നെയാണ്. വേർഡ്സ് റിട്ടൺ ഓൺ ദ ടൂം ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ടൂം, നമ്മൾ പറയില്ലേ ശവക്കല്ലറ, അല്ലെങ്കിൽ അതിൽ ആ ടൂമിൽ എഴുതിയേക്കുന്ന എഴുത്തിന് പറയുന്ന പേരെന്താ? വേർഡ്സിന് പറയുന്ന പേരെന്താ? ഗ്ലോസറി, എൻഗ്രേവ്, ഇൻസ്ക്രിപ്ഷൻ, എപ്പിതാഫ്. ഒരാളുടെ ശവകുടീരത്തിൻ്റെ ഇവിടെ കല്ലറ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻ, അവിടെ എഴുതി വെക്കുന്ന എഴുത്തിന് പറയുന്ന പേര് ഇൻസ്ക്രൈബ് എഴുതുക എന്നാണ്. എൻഗ്രേവ് നമ്മൾ കോറിയിടുക എന്നുള്ളതാണ് പറയാം. ഗ്ലോസറി ബുക്കിൻ്റെ ആണ്. എപ്പിതാഫ് ആണ് കേട്ടോ ആൻസർ എപ്പിതാഫ്. വൺ വേർഡ് പല നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ആവർത്തിച്ച ചോദ്യമാണിത്. അടുത്ത, ചൂസ് എ ഓൾട്ടർനേറ്റീവ് ഫോർ ദ ഇഡിയം ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ വയലിൻ എന്നർത്ഥം.
വയലിൻ്റെ സ്ട്രിങ് എപ്പോഴും നമ്മൾ ടൈറ്റ് ആയിട്ടിരിക്കണം അല്ലേ, എന്നാലേ നല്ലതായിട്ട് മ്യൂസിക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പാട്ട് നന്നായി കറക്റ്റായിട്ട് മ്യൂസിക് നോട്ട്സ് ഒക്കെ വരുള്ളൂ. അപ്പോൾ അതിനെ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്ന യൂസേജ് ഒരു ബ്രിട്ടീഷ് ഇഡിയം, ബ്രിട്ടീഷുകാർ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്, നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇഡിയമാണ്. ഡൂയിങ് എ ഗുഡ് ജോബ്, ഇഗ്നോറിങ് സമ്മൺ, ബീങ് ഇൻ ഗുഡ് ഹെൽത്ത്, വർക്ക് ഫാസ്റ്റർ അല്ലേ. ഇതിലൊരു വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. മൈ ഗ്രാൻഡ് ഫാദർ ഇസ് 80 ആൻഡ് ഹീ ഈസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറഞ്ഞാൽ പുള്ളി 80 ഉണ്ട്, വയസ്സുണ്ട്, ബട്ട് ഇപ്പോഴും പുള്ളി എന്താണ്, ഇൻ ഗുഡ് ഹെൽത്ത്, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതാണ് ഫിറ്റ് ആസ് ഫിഡിൽ എന്നർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഗിവൺ എ ഗിഫ്റ്റ്. ഇവിടെ ഒന്നും നോക്കണ്ട, ഈച്ച് ആണ് സബ്ജക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ അല്ലെങ്കിൽ കോൺകോഡിൽ ഈച്ച് എന്ന സബ്ജക്റ്റ് അല്ലെ ഐദർ, നൈദർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് സിംഗുലർ കൊടുക്കണം. സിംഗുലർ ആയിട്ട് വോസ് ഉണ്ട്, വേറെ ഒന്നും ഇല്ല അല്ലേ, വോസ് മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ എന്ത് കൊടുക്കാം, വാസ് ഗിവൺ എ ഗിഫ്റ്റ് എന്ന് കൊടുക്കാം. അതാണ് ആൻസർ. അടുത്ത് നോക്കി, പിക്ക് ഔട്ട് ദ കൺജങ്ഷൻ. ഇതിൽ ഒരെണ്ണം മാത്രമേ കൺജങ്ഷൻ ഉള്ളൂ. ഓൺ ഉണ്ട്, ആൻഡ് ഉണ്ട്, ഇൻ ഉണ്ട്, റൺ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൽ ഫാൻ ബോയ്സിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുക അല്ലേ. പെൻസിൽ ആൻഡ് എ പെൻ കൺജങ്ഷൻ അല്ലേ, ആൻഡ് മാത്രമേ കൺജങ്ഷൻ ഉള്ളൂ. റണ്ണ് വെർബാണ് അല്ലേ. ഇൻ എന്താണ്, പ്രിപ്പോസിഷൻ ആണ്, ഓണും പ്രിപ്പോസിഷൻ ആണ്, കൺജങ്ഷൻസ് അല്ല. അതുകൊണ്ട് ആൻഡ് മാത്രമേ ഉള്ളൂ. ആൻസർ ഇസ് ആൻഡ് ബി. അടുത്ത് നോക്കി, വീണ്ടും വൊക്കാബുലറി പാർട്ട് എന്നാണ്. റൈറ്റ് ദ ആന്റണിം ഓഫ് ദ വേർഡ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ആന്റണിം ആണ്. ഏത് വേർഡിൻ്റെയാ, റിപ്രോച്ച് എന്ന വേർഡ്. റിപ്രോച്ച് എന്ന വേർഡിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്രോച്ച് കാണുമ്പോൾ നമ്മൾ അപ്രോച്ച് ഒക്കെ കാണാൻ വേണ്ടി ഒരു തോന്നും. റിബ്യൂക്കും ക്രിട്ടിസൈസും ഒരേ മീനിങ്ങാണ്. നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുക, റിബ്യൂക്ക് ചെയ്യുക, വഴക്ക് പറയുക, സ്കോൾഡ് ചെയ്യുക, അതൊക്കെ ഒരേ മീനിങ് ആണേ. അപ്പോൾ റിപ്രോച്ച് ചെയ്യുന്ന പറഞ്ഞാൽ എന്നാ അർത്ഥം എന്നറിയോ, ക്രിട്ടിസൈസ് ചെയ്യുക. ഇതൊക്കെ സിനോണിംസ് ആണ്. നമ്മളൊരു ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു, ആന്റണിമ. നമുക്ക് വേണ്ടത് എന്താ, ആന്റണിമ. ആന്റണിമ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മീനിങ് അറിയണമല്ലോ. അത് ഞാൻ പറയുന്നത്, റിബ്യൂക്കും ക്രിട്ടിസൈസും അതിൻ്റെ സിനണിമാണ്. നമുക്ക് വേണ്ടത് ആന്റണിമാണ്. ആന്റണിം ഏതാന്ന് ചോദിച്ചാൽ ഇതാ ആൻസർ ഇതാണ്, പ്രൈസ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു ആന്റണിമായിട്ട് നമുക്ക് എന്ത് എഴുതാം, കോംപ്ലിമെന്റ് ചെയ്യാന്നോട് പറയാം. ഓക്കെ, കോംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സിനണിമിൽ പെടുന്നതാണ് കോംപ്ലിമെന്റ്. സി ആണ് അപ്പം ആൻസർ. സെക്കൻഡ്, യെസ്. ഒരു കാര്യം ഓർക്കണേ, കോംപ്ലിമെന്റ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, മാറിപ്പോയത്. CLOMPLIMENT. ഈ അല്ല കേട്ടോ, ENT കംപ്ലീറ്റ് ചെയ്യുന്ന അർത്ഥമാണ്. ഇപ്പോൾ സിനിമ ഒന്നോട് എടുത്തോ, കോംപ്ലിമെന്റ് ചെയ്യുക, നല്ല വാക്ക് പറയുക, പ്രൈസ് ചെയ്യുക. അതാണ് ആൻസർ. അടുത്ത, ഉത്തർപ്രദേശ് ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. മോസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ചോദ്യമാണ്. മോസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രി വരും, സൂപ്പർലേറ്റീവ് ഡിഗ്രി വരും അല്ലേ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുമ്പോൾ നമുക്ക് മോസ്റ്റ് വരുമ്പോൾ എന്ത് കൊടുക്കണം, ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കണം. ഉത്തർപ്രദേശ് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ്, അപ്പോൾ ദ മോസ്റ്റ് മറക്കണ്ട. അടുത്താണ്, ദ ഡോക്ടേഴ്സ് സജസ്റ്റഡ് 2 hours ഡെയിലി. എന്താ, 2 walk ആണോ, 4 walking ആണോ, വാക്കിംഗ് ആണോ, ബൈ വാക്കിംഗ് ആണോ? ഏത് ഭാഗത്തെയാണെന്നറിയോ ചോദ്യം, ഏത് ഭാഗത്തെയാ ചോദിച്ചതെന്നറിയോ, ജെറൻസ്, പാർട്ടിസിപ്പിൾസ്, ഇൻഫിനിറ്റീവ്സ്, നോൺ ഫൈനൈറ്റ് വേർബുകളില്ലേ, അതിലെ ചോദ്യമായിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഫിനിറ്റീവ് 2 walk കൊടുത്തിട്ടുണ്ട്, 4 walking ഉണ്ട്, ബൈ വാക്കിംഗ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്. ഏത് ആൻസർ? സജസ്റ്റ് എന്ന വെർബിന് ശേഷം, ഓർത്ത് വെച്ചോണേ, സജസ്റ്റ് എന്ന വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെർബിന് ശേഷം നമുക്ക് എന്ത് കൊടുത്താൽ മതി, വാക്കിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ, ജെറണ്ടേ വരാൻ പറ്റുള്ളൂ കേട്ടോ. സജസ്റ്റ് എന്ന വെർബിന് ശേഷം ജെറണ്ട് വരാൻ പറ്റുള്ളൂ. ഓർത്ത് വെച്ചോണം, സജസ്റ്റിൻ്റെ കൂടെ ഒരു കാരണം വെച്ചാൽ നമുക്ക് ടു ഇൻഫിനിറ്റീവ് കൊടുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ എന്തായി,
സജസ്റ്റഡ് walking എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് pick out the word which means a person employed to drive a private or hired car. ഒരു പ്രൈവറ്റ് കാറോ അല്ലെങ്കിൽ ഹയർഡ് കാറിന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളെ പറയുന്ന പേരെന്ത്? വൺ വേർഡാണ്. ചോദ്യം വൺ വേർഡാണ് നമ്മളോട്. ഷോഫർ എന്നാണ് പേര്. നണ്ണെന്നുണ്ട്, നൺ ഓപ്ഷൻ നമുക്ക് വിട്ടുകളഞ്ഞേക്കാം. ഷോഫർ എന്നാണ് ഇത്. സ്പെല്ലിംഗ് ആണ് ഇവിടുത്തെ ചോദിച്ചിരിക്കുന്നത്. സ്പെല്ലിംഗ് വൺ വേർഡ് ആണ്, അതേസമയത്ത് സ്പെല്ലിംഗ് കറക്റ്റ് വരുന്നതാലും. അപ്പോൾ ഇതിലെ ഷോഫർ ഏതാ കറക്റ്റ് സ്പെല്ലിംഗ് അറിയാം? CHAUFFEUR ഷോഫർ. ബി ആണ് നമ്മുടെ ആൻസർ. സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് അല്ലേ? നമുക്ക് സ്പെൽ ചെക്കിൽ ഒരു ചോദ്യം വന്നു. നോക്കാം. ട്രാൻസ്ലേഷൻ ചോദിക്കാറുണ്ടല്ലേ? നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം. അടുത്ത ട്രാൻസ്ലേറ്റ് ദി പ്രോവർബ് ഇൻ ടു മലയാളം. മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളക്കുപ്പേരി. നമ്മുടെ ഓപ്ഷൻ എന്താ? ഐക്യമത്യം, മഹാബലം, നിറകുടം തുളുമ്പില്ല, ഉരുളക്കുപ്പേരി, ഞാൻ പിടിച്ച മുയലിന് 3 മുമ്പ്. എന്താ ആൻസർ? ഉരുളക്കുപ്പേരിയാണ് കേട്ടോ ടിറ്റ് ഫോർ ടാറ്റ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറയില്ലേ, അതിനെയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയാം. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ദ പ്ലൂറൽ ഫോം ഓഫ് വേർഡ് ലോഫ്. ലോഫ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നോക്കും, എഫിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണേ. അതിന്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗുലർ പ്ലൂറൽ ഫോമുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് എക്സാമിന് അല്ലേ? അപ്പോൾ ലോഫിന്റെ പ്ലൂറൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മളോട് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലീഫ് വന്നാൽ, സോറി ലീഫ്, ലീഫ്, നൈഫ്, വൈഫ്, തീഫ്, ഇതൊക്കെ എഫ് വെച്ച് അവസാനിക്കുന്ന വാക്കുകളല്ല, എഫിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്തായി? എഫ് മാറി തീവ്സിലോട്ട് കൊടുക്കും അല്ലേ? ലീഫ് എന്തായി? ലീവ്സ് ആകും. നൈഫ് എന്തായി? നൈവ്സ് ആകും. അതേപോലെ വൈഫ്സ് എന്തായി? വൈവ്സ് ആകും. VS ആവും. എഫ് മാറി VS ആവും. ലോഫ്സ് അതുപോലെയാണ്, അല്ലാതെ ലോഫ്സ് FS വരില്ല കേട്ടോ, ഓർത്ത് വെച്ചണം. അടുത്തത് പാസീവ് ഫോം ഓഫ് പാസീവ് വോയിസ് കണ്ടുപിടിക്കുക. പാസീവ് വോയിസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? പാസീവ് വോയിസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? B+V3 ഫോം ഉണ്ടായിരിക്കണം. പഠിച്ചിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. എന്തൊക്കെ വേണം പാസീവ് വോയിസിൽ നമ്മൾ പഠിച്ചേക്കുന്നത്? ഏതൊക്കെയാ? ഏത് ടെൻസ് ആണെങ്കിലും ചേഞ്ച് വരാൻ പാടില്ല. നോ ചേഞ്ച്, നോ ടെൻസ് ചേഞ്ച്. സെന്റൻസ് സ്ട്രക്ചറിൽ ചേഞ്ച് ഇല്ല, ടെൻസിനും ചേഞ്ച് ഇല്ല. പിന്നെന്തായി? B+V3 ഫോം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കറിയാം സബ്ജക്റ്റിന് പകരം ഒബ്ജക്റ്റും, ഒബ്ജക്റ്റിന് പകരം സബ്ജക്റ്റും. അപ്പോൾ എന്താ മാറ്റം വരണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർക്കേണ്ടതാണ്, പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റായി മാറുന്നു, ടീച്ചേഴ്സ് എന്തായി? സബ്ജക്റ്റ് വന്നു, ടീച്ചേഴ്സ് സബ്ജക്റ്റായി വന്നു അല്ലേ? അപ്പോൾ എന്താ ഓർക്കണം? പ്രിൻസിപ്പൽ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ടീച്ചേഴ്സ്. ദ ടീച്ചേഴ്സ് വേർ ഗിവൺ, പാസ്റ്റ് ടെൻസ് ടെൻസ് മാറരുത്. വേർ ബി ഫോർമുലേഷനിൽ വേർ ബി ആണ്. V3 ഗിവൺ, വേർ ഗിവൺ. ആർ ഗിവൺ പറ്റില്ല, സിമ്പിൾ പ്രസന്റ് ആണ്. വേർ ബീങ് ഗിവൺ എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഹാഡ് ബീൻ ഗിവൺ എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല വേണ്ടേ, നമുക്ക് സെയിം ടെൻസ്, ടെൻസ് മാറാൻ പാടില്ല. കാര്യം ഇതെന്താണ്? നമ്മളിപ്പോൾ പഠിച്ചത് പാസീവ് വോയിസ് ആണ്. റിപ്പോർട്ടർ സ്പീച്ചിലാണ് ടെൻസ് മാറാം. ആൻസർ ഏതായി? ദ ടീച്ചേഴ്സ് വേർ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ബൈ ദ പ്രിൻസിപ്പൽ. എ ആണ് കറക്റ്റ് ആൻസർ. നോക്കണേ, B+V3 ഫോം വേർ ഗിവൺ വരണം, നിർബന്ധം. അത് ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് നോക്കിയേ, ദ ടീച്ചർ ഡാഷ് മീ ആൻഡ് ഐ ഡിഡ്ന്റ് നോ ദ ആൻസർ. ടീച്ചർ കോൾഡ് ഇൻ മീ, ദ ടീച്ചർ കോൾഡ് ഓൺ മീ, ടീച്ചർ കോൾഡ് ബൈ മീ, ദ ടീച്ചർ കോൾഡ് അറ്റ് മീ. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യാൻ അർത്ഥം. അല്ല സോറി, കോൾ ചെയ്യുക, സമ്മൺ ചെയ്യുക, വിളിക്കാൻ ഒക്കെ അർത്ഥാണ്. കോൾഡ് ഓൺ ആണ് അല്ലേ? ടീച്ചർ എന്നെ ഒരു ചോദ്യം ചോദിച്ചു, കോൾഡ് ഓൺ മീ ആൻഡ് ഐ ഡിഡ്ന്റ് നോ ദ ആൻസർ. എനിക്ക് ആൻസർ അറിയില്ലായിരുന്നു. ആൻസർ ഏതാ? കോൾഡ് ഓൺ ആണ് ഇവിടുത്തെ ഫ്രേസൽ വേർബ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫ്രേസൽ വേർബിൻ്റെ ചോദ്യം ചോദിക്കാറുണ്ടേ നമ്മളോട്. ഏതൊക്കെ ഭാഗത്ത് ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചാൽ ഇഡിയം ചോദിച്ചു, ട്രാൻസ്ലേഷൻ ചോദിച്ചു, പ്ലൂറൽ ഫോം ചോദിച്ചു അല്ലേ? ഇതൊക്കെ എന്തിൽപ്പെടുന്നതാണ്? വൊക്കാബുലറി പാർട്ടിൽ ചോദിച്ചേക്കുന്നതാണ്. സിനിമ ആന്റണിയും ചോദിച്ചായിരുന്നു അല്ലേ? ആൻഡ് സ്പെൽ ചെക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോണേ. അടുത്ത് നോക്കിക്കേ, ഇതാ കൺഫ്യൂസിങ് വേർഡിലെ ചോദ്യമാണ്. ദ സ്റ്റഡി വാസ് ബേസ്ഡ് ഓൺ ദ ഡാഷ് ഓഫ് ഗ്രാവിറ്റി. പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ, പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പൽ. ഏതാ? ഈ രണ്ട് വാക്ക് നോക്കി, ബാക്കി രണ്ടും ഇല്ല അല്ലെ? ബാക്കി രണ്ടും തെറ്റാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളും, ഒന്ന് പ്രിൻസിപ്പൽ ഉണ്ട്. ഈ പ്രിൻസിപ്പൽ എന്താ? ആദ്യത്തെ പ്രിൻസിപ്പൽ എന്താ? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ പ്രിൻസിപ്പൽ ഉണ്ട്. മറ്റേതാ? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ആ ഒരു പ്രത്യയ ശാസ്ത്രം, അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്രിൻസിപ്പിൾ എന്ന് പറയാ. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാവിറ്റി
അല്ലേ? നമ്മൾ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഗ്രാവിറ്റി എന്ന പ്രത്യയശാസ്ത്രം, ആ ഒരു പ്രിൻസിപ്പിൾ അല്ലേ? അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന പ്രിൻസിപ്പിൾ നമ്മൾ പറയില്ലേ, അത് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിൻസിപ്പൽ. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. മെയിൻ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, ആ സംഗതി അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ഏതാ? പ്രിൻസിപ്പിൾ എന്ന അർത്ഥമാണ് കേട്ടോ. അടുത്ത് നോക്കി, ഒരു ഫോറിൻ ഫ്രേസിലെ ചോദ്യം, ടെറ്റെ എ ടെറ്റെ, a public conversation, a private conversation, a family conversation, none. എന്താ അതിന്റെ മീനിങ്? ഫോറിൻ വേർഡ്സിലെ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നമുക്ക് ഓർത്ത് വെച്ചോളാം. ടെറ്റെ ടെറ്റെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോൺവെർസേഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്താണ് റീമ ഡാഷ് ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത്. നമ്മുടെ ഇവിടുത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചാടിക്കയറി നോക്കണ്ട, ലാസ്റ്റ് മന്ത് ആണ് നമ്മുടെ ക്ലൂ. കഴിഞ്ഞ മാസം. ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഡേ, അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ട് എന്ത് വന്നാലും നമ്മൾ എന്ത് കൊടുക്കണം അവിടെ? അത് നമ്മുടെ ക്ലൂ ആ, സിമ്പിൾ പാസ്റ്റ് ആണ്. കാര്യം എന്തുകൊണ്ടാ? ഈ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് അഡ്വേർബ് ഓഫ് പാസ്റ്റ് ആണ്. അതെന്താണ്? ഇറ്റ്സ് എൻ അഡ്വേർബ് ഓഫ് പാസ്റ്റ്. പാസ്റ്റിൽ അഡ്വേർബുകളാണ് ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, എഗോ, യെസ്റ്റർഡേ, ദ അതർ ഡേ, ദ പ്രീവിയസ് ഡേ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റീമ ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത് എന്ന് വേണം കൊടുക്കാനായിട്ട്, അല്ലേ? ഇതാണ് നമ്മുടെ ക്ലൂ. അടുത്ത് നോക്കിക്കേ, ദോ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓവർ 90, 90 വയസ്സിന് മേലെയുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഹി ഡാഷ് സ്റ്റിൽ റീഡ് ആൻഡ് റൈറ്റ്. മേ ആണോ, ക്യാൻ ആണോ, വില്ലാണോ, ഷാലാണോ? മോഡലോക്സിൽ വെർബിലെ ചോദ്യം. നമുക്കറിയാം എബിലിറ്റി പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എൻ്റെ ഗ്രാൻഡ് ഫാദറിന്, എൻ്റെ മുത്തച്ഛന് 90 മേലെ വയസ്സുണ്ട്. ഇപ്പോഴും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അതിൻ്റെ അർത്ഥം തന്നെ പുള്ളിക്ക് എബിലിറ്റി ഉണ്ടെന്നാണ്, അല്ലേ? അപ്പം എബിലിറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻ ആണ്, അല്ലെ? നമ്മൾ ആ പുള്ളിയുടെ റീഡ് ആൻഡ് റൈറ്റ് എന്ന എബിലിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. റീഡ് ആൻഡ് റൈറ്റ് എബിലിറ്റിയാണ്, അല്ലേ? ഡാൻസ് കളിക്കാൻ പറ്റുക, അല്ലേ? അതൊക്കെ എബിലിറ്റിയാണ്. എബിലിറ്റി പറയാൻ വേണ്ടി നമുക്ക് കൊടുക്കാം, ക്യാൻ കൊടുക്കാം. പാസ്റ്റിലാണെങ്കിൽ കുഡും കൊടുക്കാം. ഇവിടെ പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. സോ ക്യാൻ കൊടുക്കും നമ്മൾ. ക്ലിയർ ആണല്ലോ, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചേക്കുന്നത് വീണ്ടും റിപ്പോർട്ടഡ് ഫോം. പാസീവ് വോയിസ് ചോദിച്ചത് റിപ്പോർട്ടഡ് ഫോം ആണേ. ദ ഡോക്ടർ സെഡ് ടു ഹിം. അവനോട് ഡോക്ടർ പറഞ്ഞു അവോയ്ഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഡോക്ടർ അഡ്വൈസ് ഹിം ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ഡോക്ടർ അഡ്വൈസ് ഹിം ദാറ്റ് ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ഡോക്ടർ അഡ്വൈസ് ഹിം ഇഫ് ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ഡോക്ടർ അഡ്വൈസ് ഹിം അവോയ്ഡ് ജങ്ക് ഫുഡ്. ഒരു കാര്യം നമുക്കറിയാം, സെന്റൻസ് ടൈപ്പാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. ഏത് സെന്റൻസ് ടൈപ്പാണ് ഇത്? ഏത് സെന്റൻസ് ടൈപ്പാണ്? അവോയ്ഡ് ജങ്ക് ഫുഡ് ഏത് സെന്റൻസ് ടൈപ്പിൽ പെടുന്നതാണ്? ഇംപെററ്റീവ് സെന്റൻസിൽ പെടുന്നതാണ് കേട്ടോ. ഇംപെററ്റീവ് സെന്റൻസ്, അതായത് നമ്മൾ ഒരു അഡ്വൈസോ സജഷനോ ഒക്കെ പറയുന്നതാണ് ഇംപെററ്റീവ് സെന്റൻസ്. ഇംപെററ്റീവ് സെന്റൻസ് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, എന്ത് കൊടുക്കാം? മെയിൻ വെർബിന്റെ സ്ഥാനത്തിനെ അവോയ്ഡ്, ജങ്ക് ഫുഡിൽ അവോയ്ഡ് ആണ് മെയിൻ വെർബ്. അത് എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഇംപെററ്റീവ് സെൻസ് വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റീവ് ഫോമിലോട്ട് വരും. അവോയ്ഡ് എന്തായി? ടു അവോയ്ഡ് എന്ന് പറയും. അത് നമ്മൾ കൊടുക്കുന്ന സജഷനെങ്കിൽ സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലേ? പക്ഷേ സജഷനേക്കാളും കൂടുതൽ നമ്മൾ അഡ്വൈസ് ആണ് ഉപയോഗിക്കാറ്. ഇവിടെ അഡ്വൈസ് വന്നേക്കുന്നത്. അഡ്വൈസ് എന്ന വെർബിന് ശേഷം ആരോട് അഡ്വൈസ് ചെയ്തു? അവനോട്. ഡോക്ടർ അഡ്വൈസ് ചെയ്യും കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഇംപെററ്റീവ് വേണ്ട, ടു ഇൻഫിനിറ്റീവ് വേണം, ടു അവോയ്ഡ്. ഇവിടെ ടു അവോയ്ഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഈസ് ആൻസർ. ദ ഡോക്ടർ അഡ്വൈസ് ഹിം ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. കേട്ടോ, ഓർത്ത് വെച്ചോണേ. ടു ഇൻഫിനിറ്റീവ് മെയിൻ വെർബ് എന്തിലോട്ട് ട്രാൻസ്ഫർ ആവും? നോൺ ഫൈനൈറ്റ് വെർബായ ടു ഇൻഫിനിറ്റീവിലോട്ട് മാറണം. കേട്ടോ, ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് അഡ്വൈസ് കൊടുത്തിട്ട് അവോയ്ഡ് ജങ്ക് ഫുഡിലെ അവോയ്ഡ് ടു അവോയ്ഡ് എന്നിലോട്ട് മാറ്റം വരും. ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. റിപ്പോർട്ടിംഗ് ടൈപ്പ് റിപ്പോർട്ടഡ് വെർബിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് വരുമ്പോഴേക്കും ഇംപെററ്റീവ് സെൻസിൽ വരുന്ന മാറ്റമാണ് കേട്ടോ ഇത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ. അപ്പോൾ 20 ക്വസ്റ്റൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് വൊക്കാബുലറിയും അതുപോലെ ഗ്രാമർ പാർട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കിട്ടട്ടെ നിങ്ങൾക്ക്. അതുപോലെ തന്നെ നന്നായി പഠിക്കുക, ഉഷാറായിട്ടിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.